എല്ലാവർക്കും നല്ല പ്രോഫിറ്റ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് തൊണ്ട വയ്യ. ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് ഓർത്തല്ല, പിന്നെയും കുഴപ്പമില്ല, 5-10 മിനിറ്റിൻ്റെ എല്ലാം ഉള്ളതെന്ന് ഓർത്തിട്ടങ്ങ് ചെയ്യുക. തൊണ്ടയ്ക്ക് നല്ല പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിഫ്റ്റി ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിംഗ് ഡൗൺ ആയിരുന്നതിന് ശേഷം S2 വരെ പോയിട്ട് S2 സപ്പോർട്ട് എടുത്ത് കയറി R1 വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. ഈ R1-നിടയിൽ ഞാനൊരു ലൈൻ വരച്ചേക്കുന്നത്, ഇത് ഞാൻ ഡേ ചാർട്ട് വരച്ച് വെച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ലൈൻ്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുവാണെങ്കിൽ നല്ലൊരു സ്ട്രെങ്ത് ഒരു കുറച്ച് ദിവസത്തിന് കാണിക്കത്തുള്ളൂ. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടുന്ന് റിജക്ഷൻ വന്നു. ഇന്നും അവിടുന്ന് റിജക്ഷനായി. നമ്മൾ നിഫ്റ്റിയുടെ ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ലൈൻ നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. അവിടുന്ന് അത് ബ്രേക്കായി. പക്ഷേങ്കിൽ അതിന് ശേഷം ആ ലൈനെ കയറി നിൽക്കുന്നില്ല, അതിന് താഴോട്ടാണ് വരുന്നത്. പക്ഷേങ്കിൽ മാർക്കറ്റ് ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഈ ഒരു റേഞ്ച്, ഞാൻ ഈ വരച്ചേക്കുന്നത് ഈ ഒരു റേഞ്ചിനുള്ളിൽ വന്നാൽ മാർക്കറ്റ് ഇവിടുന്ന് ബൗൺസ് ആവും. ബൗൺസ് ആയാൽ ചിലപ്പം 24,200, ചിലപ്പോൾ 24,700 ഈ റേഞ്ചിലോട്ട് വേണമെങ്കിലും പോകാം. പക്ഷേ ഈ റേഞ്ച് വന്നാലേ എനിക്കൊരു ധൈര്യത്തോടെ അവിടെ പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് കയറുമെന്ന്. ഈ റേഞ്ചിൽ നിന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും കയറും. അത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയും ഇവിടുന്ന് ഒരു പ്രാവശ്യം 50,000-ന് താഴെ വരാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ വന്നാൽ അവിടുന്ന് ബൗൺസ് ആകും. 50,000-ന് താഴെ പോയിട്ട് തിരിച്ച് 50,000-ന് മുകളിൽ കയറിയാൽ പിന്നീട് ഒരു ചെറിയ ബൗൺസ് നിഫ്റ്റിയിലും കിട്ടും, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലും കിട്ടും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ലെവലുകൾ ശ്രദ്ധിക്കുക. ഒരു 50-ന് താഴെ വന്നിട്ട് തിരിച്ച് കയറുന്ന ലെവലും നിഫ്റ്റി ഈ ലോ അടിച്ചിട്ട് തിരിച്ച് കയറുന്ന ഒരു റേഞ്ച്, ഈ ലോ എന്ന് പറയുമ്പോൾ 23,300 അങ്ങണ്ട. ഓക്കെ, ആ റേഞ്ചിൽ നിന്ന് അവിടെ വന്നിട്ട് വന്നാൽ തിരിച്ച് ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ചിലപ്പോൾ താഴോട്ട് ഇറങ്ങും. പക്ഷേ തിരിച്ച് കയറും മാർക്കറ്റ് ആ റേഞ്ചിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി തിരിച്ച് കയറിയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ബഡ്ജറ്റൊക്കെ വരുന്നുണ്ട്, ചിലപ്പം ഒരു മൂവ്മെൻറ്റ് കിട്ടി ചിലപ്പോൾ ഈ റേഞ്ചിലോട്ട് വേണമെങ്കിലും വരാം. അതല്ലെങ്കിൽ 24,200, 300 റേഞ്ച് വന്നിട്ട് വീണ്ടും വീക്കാവും മാർക്കറ്റ്. ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും വീക്കാവും മാർക്കറ്റ്. 24,800, 700 വന്നാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് തിരിച്ചിറങ്ങിപ്പോരും. അപ്പോൾ നമുക്ക് ഈ റേഞ്ചുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ട്രേഡിങ്ങിന് എടുത്തിരുന്ന ഷെയറിലാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഈ വാൽചന്ദ് നഗറൊക്കെ നമ്മൾ പറയുന്ന രീതി നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 5 മിനിറ്റ്സ് ചാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വാൽചന്ദ് നഗർ ഇവിടെ നോക്കിയേ, കുറച്ച് ഡൗണിൽ വന്നു, നേരെ പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങി. 300 എന്നത് നമുക്ക് 287, 13 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് തന്നത്. ഗ്രീവ്സ് കോട്ടൺ അതുപോലെ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി, അതിന് ശേഷം പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് താഴെ 282-ന് താഴെ വന്നു. അവിടുന്ന് 10 രൂപ പ്രോഫിറ്റ് ഇവിടെ കൊടുത്തു. അതിന് ശേഷം വീണ്ടും പ്രീവിയസ് ഡേ ഹൈയിൽ അടിച്ചു, വീണ്ടും ഒരു 6 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. അതിന് ശേഷം ബ്രേക്കാകുമ്പോൾ നമ്മൾ നോക്കേണ്ട അടുത്ത ലെവലിലോട്ട് പോയി, അടുത്ത ലെവൽ പോയി, അതിൻ്റെ അടുത്ത ലെവൽ പോയിട്ട് ഇറങ്ങി. നമ്മളന്നേരം ഇവിടെ എൻട്രി എടുക്കുക. 314 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 302, 12 രൂപ പ്രോഫിറ്റ്. വീണ്ടും വന്ന് ഹൈ അടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് എൻട്രി എടുത്ത വൺ സൈഡ് മൂവ്മെൻറ്റാണ് പിന്നെ കിട്ടിയത്. നല്ല ഒരു 3-4 പ്രാവശ്യം ഇതിനകത്ത് നല്ല ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതുപോലെ അഗ്രിടെക് എന്ന് പറയുന്ന ഷെയർ, അഗ്രിടെക്കിനകത്ത് ചാൻസ് ഇല്ലായിരുന്നു. പിന്നീട് ദേവയാനിക്കകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. ദേവയാനി ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കിയാൽ അറിയാം. അത് ഈ ഒരു ഇത് എന്തായാലും പറയുന്നത്, ഈ ഒരു ഇത് വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയെ ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വൺ സൈഡ് ഇറക്കം 194 റേഞ്ച് ചെയ്യുന്നത് 182 സംതിങ് വരെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഫിറ്റ് അതിനകത്തും ഉണ്ടായിരുന്നു. അതുപോലെ LG റെപ്കോ എന്ന് പറയുന്ന ഷെയർ,
എൽ ജി റെപ്കോ ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോകാതെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുത്താൽ 151.74 എൻട്രി എടുത്താൽ വൺ സൈഡ് 136 വരെ പ്രോഫിറ്റ്. വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഷെയറുകളെല്ലാം താഴെ, ഓൾറെഡി താഴെ ആയിരുന്നു. നമുക്ക് ലെവലുകൾ വരാതെ ഇറങ്ങിപ്പോയി ഷെയറുകളെല്ലാം. അപ്പോൾ അതിനകത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേന് 15 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയർ ഈ ഗ്രീവ്സ് കോട്ടണാണ്. ഗ്രീവ്സ് കോട്ടൺ 296 ക്ലോസിങ് കാണിക്കുന്നുണ്ട്. ഇത് ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിൽ ഈ ഷെയർ വെയിറ്റ് ചെയ്ത് കയറി വന്ന 300 മുകളിൽ പോയിട്ട് ഇറങ്ങി 300 താഴെ വന്നാൽ, ഇപ്പോൾ ഒരു 303, 304 പോയിട്ട് 300 താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് സെല്ല് ചെയ്യാം. അവിടുന്ന് ലെവലുകളൊന്നും നോക്കാതെ തന്നെ. എന്നിട്ട് ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതുപോലെ കജാരിയ സെറാമിക് എന്ന് പറയുന്ന ഷെയറും ഇതും വീക്കാണ്. ഇത് കണ്ടില്ല, ഇതിൻ്റെ ആവറേജ് 1152 CPR ലെവലുകളെല്ലാം അടുത്തടുത്ത്. അപ്പോൾ ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങിയ ഒരു ഇറക്കത്തിന് ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും നോക്കുക. സുമി കെമിക്കലും അതുപോലെ ഹൈ 5270, R1 5490, ഈ 2 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ 2 റേഞ്ചിന് താഴോട്ട് വന്ന ചാൻസ് എടുക്കാം. അതുപോലെ KEC R2 റേഞ്ച് എന്നോ R1 R2 റേഞ്ച് എന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ആക്ഷൻ കൺസ്ട്രക്ഷൻ നോക്കി ചെയ്യുക. R1 R2 റേഞ്ച് എന്ന് കിട്ടുവാണെങ്കിൽ എടുക്കുക. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് സംസാരിക്കാൻ പറ്റുന്നില്ല. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് 1243, ഈ R1 റേഞ്ച് കിട്ടുവാണെങ്കിൽ നല്ലത്. അതല്ല ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. ഗ്രീൻലാം അത് ഹൈയോ R1 റേഞ്ച് എന്ന് കിട്ടിയാൽ ചാൻസ് എടുക്കാം. UTI AMC R1 എന്ന് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. KNR കൺസ്ട്രക്ഷൻ അതും R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എടുക്കാം. GR മൂവർ എന്ന് പറഞ്ഞ ഈ ഷെയർ ഹൈയും R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. അതല്ല 198 ഇത് അതെ ഓക്കെ, ഈ 212 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എടുത്താൽ മതി. അതല്ല എങ്കിൽ ആവറേജ് നിന്ന് ചാൻസ് എടുക്കാം. ഒരു പ്രാവശ്യം കിട്ടിയാൽ എടുക്കാം. അപ്പോളോ മൈക്രോ എന്ന് പറയുന്ന ഷെയർ R1 R2 റേഞ്ച് എന്ന് കിട്ടുവാണെങ്കിൽ എടുക്കാം. ആസ്ട്രാസെന്നെ ഹെവി മൂവ്മെൻ്റ് കഴിവത് ഇതിനകത്തുനിന്ന് ട്രേഡ് എടുക്കാതിരിക്കുന്ന നല്ല വലിയ ഷെയർ ആയതുകൊണ്ട്. പിന്നെ R1 ലെവലുകളൊക്കെ വന്നിറങ്ങുവാണെങ്കിൽ ഓക്കെ എൻട്രി എടുക്കാം. ITIക്കകത്ത് എനിക്ക് തോന്നുന്നു R1 റേഞ്ച് വരാനൊരു ചാൻസ് ഉണ്ട് ഈ ഷെയർ. അപ്പം സൂക്ഷിച്ചേ ചെയ്യാവൂ. വന്നിറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കുക.